പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാന കേസിൽ 42 വർഷത്തിന് ശേഷം വീണ്ടും അന്വേഷണം. സുകുമാരക്കുറുപ്പിനെ കണ്ടെന്ന് വെളിപ്പെടുത്തിയ നഴ്സിന്റെ മൊഴി ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. കൊൽക്കത്തയിൽ ജോലി ചെയ്തിരുന്ന രത്നമ്മ എന്ന നഴ്സിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. പരിക്കുകളോടെ കൊൽക്കത്തയിൽ താൻ വെച്ച സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നായിരുന്നു രത്നമ്മയുടെ മൊഴി. നിലവിൽ കേരളത്തിലാണ് രത്നമ്മ. സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നടപടി. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കരുവാറ്റയിൽ വെച്ച് ലിഫ്റ്റിൽ ചോദിച്ച ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കാറിൽ കയറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കത്തിച്ചുവെന്നാണ് കേസ്. തന്റെ ശരീരത്തോട് സാമ്യമുള്ള ഒരു മൃതദേഹം കാറിലിട്ട് കത്തിച്ച് താൻ മരിച്ചുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു കുറുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി കൊലപാതകത്തിന് ശേഷം ചാക്കോയുടെ മൃതദേഹം കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നെൽപ്പാടത്തിനടുത്ത് വെച്ച് കാറിനുള്ളിലിട്ട് കത്തിച്ചു. 1984 ജനുവരി 21 സംഭവം. സഹായികളെ പിടികൂടിയെങ്കിലും ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നെന്നും തുടങ്ങി നിരവധി കഥകൾ കുറുപ്പിനെ പറ്റി പ്രചരിക്കുന്നുണ്ട്.